ഗുരുതര നിലയിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന ഉമാ തോമസ് എംഎൽഎയെ ഐസിയുയിലേക്ക് മാറ്റി. തലയ്ക്കും വാരിയലിനും ശ്വാസകോശത്തിനും സാരമായ പരിക്ക്. 24 മണിക്കൂർ നിരീക്ഷണത്തിൽ തുടരുകയാണ്. രക്തസ്രാവം നിയന്ത്രണ വിധേയം. വിദഗ്ധ പരിശോധന അനിവാര്യമെന്നും അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. അതേസമയം സ്റ്റേഡിയത്തിലെ സുരക്ഷാ വീഴ്ച പരിശോധിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു. വിവരങ്ങൾ നൽകാനായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രശ്മി, പറയാൻ സാധിക്കുന്ന അതീവ ഗുരുതരാവസ്ഥയല്ല എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്താണ് നിലവിലത്തെ സാഹചര്യം, രേഷ്മ? അഞ്ജന, അതീവ ഗുരുതരാവസ്ഥ ഇല്ല എന്നാണ് മെഡിക്കൽ ഡയറക്ടർ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ അപകടനില തരണം ചെയ്തിട്ടുമില്ല. ഐസിയുവിലേക്ക് നിലവിൽ ഉമാ തോമസിനെ മാറ്റിയിട്ടുണ്ട്. 24 മണിക്കൂർ നിരീക്ഷണം ഉണ്ട്. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനും സാധിക്കൂ. എന്തായാലും അല്പസമയത്തിനുള്ളിൽ മെഡിക്കൽ സംഘം രണ്ട് മെഡിക്കൽ സംഘങ്ങൾ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തും. അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് അടങ്ങുന്ന ഒരു സംഘവും അതോടൊപ്പം തന്നെ എറണാകുളം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവും ഈ സംഘങ്ങളും ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തി ഇവിടുത്തെ മെഡിക്കൽ ബോർഡുമായി കൂടിയാലോചന നടത്തിയതിന് ശേഷമായിരിക്കും തുടർ ചികിത്സ ഏത് വിധത്തിൽ വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കൂ. എന്തായാലും 11 മണിയോടുകൂടി ഇവിടേക്ക് എത്തുമെന്നാണ് ഔദ്യോഗികമായിട്ട് ലഭിച്ചിട്ടുള്ള വിവരം. നേരത്തെ മന്ത്രി പി രാജീവ്, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മറ്റ് നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. അല്പസമയത്തിനുള്ളിൽ മന്ത്രി കെ രാജനും എത്തുമെന്നാണ് അറിയുന്നത്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഐസിയുവിലേക്ക് നിലവിൽ ഉമാ തോമസിനെ മാറ്റിയിട്ടുമുണ്ട്. ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഏറ്റിട്ടുള്ളത്. അതായത് തലച്ചോറിനും നട്ടിലിനും അതോടൊപ്പം തന്നെ ശ്വാസകോശത്തിനും ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. വരുന്ന സമയത്ത്, അതായത് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന വേളയിൽ അബോധാവസ്ഥയിലായിരുന്നു. CT സ്കാനിങ്ങിനടക്കം MRI സ്കാനിങ്ങിനടക്കം വിധേയമാക്കി. CT സ്കാനിങ്ങിൽ ഈ അസ്ഥികൾക്ക് കൂടുതലായിട്ട് ഗുരുതരമായിട്ടുള്ള ഒടിവുകൾ ഇല്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ശ്വാസകോശത്തിൽ രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ആന്തരിക രക്തസ്രാവം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ല എന്ന് തന്നെയാണ് നിലവിൽ മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അപകടനില തരണം ചെയ്തിട്ടില്ല. ഐസിയുവിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യം നിലവിലില്ല എന്നുകൂടി മെഡിക്കൽ ബോർഡ് അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഉമാ തോമസ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയാണ്. ജില്ലാ കളക്ടർ വീണ്ടും എത്തുന്നുണ്ട്. അതല്ല ഞാൻ ചോദിച്ചത്, ഇവിടെ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച വന്നെന്ന് പറയുന്നുണ്ട്. ഇല്ല, അതെന്താണെന്ന് നമുക്ക് കമ്മീഷണറോട് ഞാൻ സംസാരിച്ചു. ഇല്ല, അത് ഞാൻ കമ്മീഷണറോട് സംസാരിച്ചിരുന്നു. അതെന്തെങ്കിലും അന്വേഷിക്കും, ഷുവറായിട്ട്, ഉറപ്പായിട്ടും. എന്ത് വീഴ്ച അവിടെ പറ്റിയിട്ടുണ്ടോ അതൊന്നും ഉറപ്പായിട്ട് അന്വേഷിക്കും. ആൻഡ് ബുള്ളറ്റിൻ നിങ്ങളെല്ലാവർക്കും കിട്ടിയല്ലോ. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഷോർട്ട്ലി ഇവിടെ DMO ഉണ്ട് ടു വെയിറ്റിംഗ് ടു റിസീവ്. അവരും ഉണ്ട് എന്നെ നോക്കിയിട്ട് ദിൽ വെയിറ്റ് അഗെയിൻ ടുമോറോ നോക്കിയിട്ട് ഒരു ഓരോ എക്സ്പെർട്ട് ഒപ്പീനിയനും നമുക്ക് കിട്ടണ്ടേ. ഐ തിങ്ക് കാർഡിയാക് സർജൻ, തൊറാസിക്, ദെൻ ന്യൂറോ സർജൻ, ഒരു നല്ലൊരു എക്സ്പെർട്ട് ടീമാണ് വരുന്നത്. വീണ ജോർജ് മാഡം അങ്ങനെ ഒരു നിർദ്ദേശത്തിൽ. സോ ഐ എം ഷുവർ അവരുടെ എക്സ്പെർട്ട് ഒപ്പീനിയനും കിട്ടുന്നത് ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ to assess, and 24 hours she's in observation. We'll pray for the best. Yeah, no problem. ഇല്ല, അത് തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ കമ്മീഷണറോട് സംസാരിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും അന്വേഷിക്കും. അത് കമ്മീഷണർ അത് വിൽ ബി ഇൻഫോമിങ്. അതിന് ഉടനെ അത് എന്താണ് കറക്റ്റ് പോലീസ് നടപടി ഉണ്ടാവും. ഇല്ല, കോട്ടയം ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ എത്തും. അത് ഓൺ ദ വേ. ഓക്കെ, അതാ ഇപ്പോൾ എത്തും. ഇതാ എത്തി, ഇതാ മെഡിക്കൽ കോളേജിൽ നിന്നുമുള്ള ഡോക്ടർമാരടങ്ങുന്ന സംഘം നിലവിൽ ഈ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവർ നിലവിൽ ഇവിടുത്തെ മെഡിക്കൽ ബോർഡുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ, സ്ഥിതിഗതികൾ വിലയിരുത്തും. എന്നിട്ട് അതിനുശേഷം തുടർ ചികിത്സാ നടപടികൾ ഏത് വിധത്തിൽ വേണമെന്നുള്ള ഒരു കാര്യത്തിലും തീരുമാനമുണ്ടാകും. എന്തായാലും കോട്ടയത്തു നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ഉമാ തോമസിനെ ചികിത്സിക്കുന്ന കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. എറണാകുളത്തു നിന്നുമുള്ള വിദഗ്ധ സംഘം ഇവരോടൊപ്പം ചേർന്നു
വന്നുകൊണ്ട് മെഡിക്കൽ ബോർഡുമായിട്ട് കൂടിയാലോചന നടത്തിയതിനു ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യും. എന്തായാലും നേരത്തെ തൊട്ട് മുൻപ് ജില്ലാ കളക്ടർ NSK ഉമേഷാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സുരക്ഷാ വീഴ്ച അടക്കമുള്ള കാര്യങ്ങളിൽ അത് കർശനമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തിന്റെ അഭിപ്രായം കൂടി ആരാഞ്ഞതിന് ശേഷമായിരിക്കും മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. നിലവിൽ മന്ത്രി K രാജനും കൂടി ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉമാ തോമസിനെ ചികിത്സിക്കുന്ന കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മന്ത്രി K രാജൻ എത്തിയിരിക്കുന്നത്. ഡോക്ടർമാരെ അദ്ദേഹം കണ്ടതിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരടങ്ങുന്ന സംഘവും ജില്ലാ കളക്ടർ അടങ്ങുന്ന ആളുകളും ഒക്കെ തന്നെ ഈ സ്വകാര്യ ആശുപത്രിയിലുണ്ട്. നിലവിൽ മന്ത്രി K രാജൻ പോകുന്ന ദൃശ്യങ്ങളാണ്, അകത്തേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ തൊട്ട് മുന്നേ K രാജന് മുന്നേ മെഡിക്കൽ സംഘം എത്തിയിരുന്നു. കോട്ടയത്തു നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന ന്യൂറോ സർജൻ, കാർഡിയാക് സർജൻ തുടങ്ങി വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് അല്പസമയം മുൻപ് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിയത്. എന്തായാലും ഈ വിദഗ്ധ സംഘം ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡുമായിട്ട് ചേർന്ന് സംസാരിച്ച് നിലവിലെ സാഹചര്യം ഏതു വിധത്തിലാണ്, മെഡിക്കൽ റിപ്പോർട്ടുകൾ കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും മറ്റ് ചികിത്സാ സംവിധാനം ഏതു വിധത്തിൽ നാളെയും മറ്റന്നാളും ഇല്ലെങ്കിൽ ഈ തുടർ ദിവസങ്ങളിലെ ചികിത്സ ഏതു വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിലും ഒരു തീരുമാനം എടുക്കൂ. എന്തായാലും നിലവിൽ ഈ വിദഗ്ധ സംഘത്തിന്റെ ഡോക്ടർമാരുടെ സംഘം നിലവിൽ അകത്തേക്ക് പോയിട്ടുണ്ട്. മന്ത്രി K രാജനും അതോടൊപ്പം തന്നെ NSK ഉമേഷ്, ജില്ലാ കളക്ടർ NSK ഉമേഷും സ്ഥലത്തെത്തിയിട്ടുണ്ട്. സുരക്ഷാ വീഴ്ചയടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തുമെന്നാണ് അല്പസമയം മുൻപ് NSK ഉമേഷ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഉമാ തോമസിന് നിലവിലെ ആരോഗ്യനില എന്ന് പറയുന്നത് അതീവ ഗുരുതര സാഹചര്യമില്ല. പക്ഷേ അപകടനില തരണം ചെയ്തിട്ടുമില്ല. ICUവിലേക്ക് മാറ്റിയിട്ടുണ്ട്. തലച്ചോറിനും അതോടൊപ്പം തന്നെ ശ്വാസകോശത്തിനും വാരിയലിനുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ശ്വാസകോശത്തിൽ രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അബോധാവസ്ഥയിലായിരുന്നു. ഉടൻ തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. CT സ്കാനിങ്ങിൽ ഒടിവുകൾ കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും മെഡിക്കൽ ബുള്ളറ്റിൻ 10 മണിയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ നേരത്തെ വന്നിരുന്നു. നിലവിൽ വിദഗ്ധ സംഘം കൂടി യോഗം ചേർന്നതിന് ശേഷമായിരിക്കും മറ്റ് കാര്യങ്ങളിലേക്കും തുടർ ചികിത്സാ നടപടികളിലേക്കും കടക്കുക. ഗുരുതര നിലയിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന ഉമാ തോമസ് MLA ICUയിലേക്ക് മാറ്റി. തലയ്ക്കും വാരിയലിനും ശ്വാസകോശത്തിനും സാരമായ പരിക്ക്. 24 മണിക്കൂർ നിരീക്ഷണത്തിൽ തുടരുകയാണ്. രക്തസ്രാവം നിയന്ത്രണ വിധേയം. വിദഗ്ധ പരിശോധന അനിവാര്യമെന്നും അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. അതേസമയം സ്റ്റേഡിയത്തിലെ സുരക്ഷാ വീഴ്ച പരിശോധിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.